ഗുഡ് മോർണിംഗ്. ഇൻഫോ മിററിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ 7ാം ക്ലാസ്സുകാരുടെ പോളിയ എന്നുള്ള ചാപ്റ്ററിൻ്റെ ചോദ്യോത്തരങ്ങളാണ്. ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട്. അത് ഞാനിപ്പോൾ തൃശ്ശൂരാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് അത്രയും ആക്ടിവിറ്റീസ് ചെയ്തെടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം വേണ്ടി വരും. ഇവിടെ വളരെ കുറച്ച് ഇൻ്റർനെറ്റിൻ്റെ സൗകര്യമാണുള്ളത്. അപ്പോൾ അത് കുറച്ച് താമസം ഉണ്ടാവും. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഫേസ് കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനുള്ള ഒരു സൗകര്യം ഇവിടെ കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ അല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ചോദ്യോത്തരങ്ങൾ എഴുതി കാണിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ നാട്ടിൽ ചെന്നിട്ട് മറ്റു രീതിയിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് എടുത്ത് തരാം. ഓക്കെ ആണേ? അപ്പോൾ നമുക്ക് നേരെ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഹൗ ഡിഡ് ലൈഫ് ഇൻ ദ സിറ്റി ചേഞ്ച് പോളിയാസ് ഹസ്ബൻഡ്? എന്താണ്, എങ്ങനെയാണ് സിറ്റിയിലെ ജീവിതം, സിറ്റി ലൈഫ് പോളിയയുടെ ഹസ്ബൻഡിനെ മാറ്റിയത്? ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അദ്ദേഹം ഒരു കൃഷിക്കാരനൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ? അപ്പോൾ സിറ്റി ലൈഫ് അദ്ദേഹത്തിൽ എന്തു മാറ്റമാണ് വരുത്തിയത് എന്നുള്ളതാണ് നിങ്ങളടുത്തുള്ള ചോദ്യം. അതിൻ്റെ ആൻസർ കൃത്യമായിട്ട് ടെക്സ്റ്റിൻ്റെ ആദ്യത്തെ ഭാഗത്ത് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? ഹി ഹാഡ് വൺസ് ബീൻ എ സിമ്പിൾ പെസൻറ്റ് അല്ലേ? ഒരിക്കൽ അദ്ദേഹം ആരായിരുന്നു? വളരെ സിമ്പിളായിട്ടുള്ള ഒരു കൃഷിക്കാരനായിരുന്നു. ബട്ട് 5 years ഇൻ ദ സിറ്റി, 5 വർഷം എവിടെ? സിറ്റിയിലുണ്ടായിരുന്ന 5 വർഷം ഹാഡ് ടോട്ട് ഹിം അ ലോട്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു അദ്ദേഹത്തെ. നോട്ട് ഓൺലി ഹൗ ടു റൈറ്റ് ഹിസ് നെയിം, സ്വന്തം പേരെഴുതാൻ മാത്രമല്ല അദ്ദേഹം പഠിച്ചത്. അതായത് സിറ്റിയിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ സിറ്റിയിൽ വന്നതിന് ശേഷം അദ്ദേഹം എന്ത് പഠിച്ചു? സ്വന്തം പേരെഴുതാനായിട്ട് പഠിച്ചു. പിന്നെ എന്ത് പറയുന്നു? ബട്ട് ഓൾസോ ഹൗ ടു ബി എ സക്സസ്ഫുൾ ഓഫീസർ. എന്നിട്ട് എന്തുമായി മാറി അദ്ദേഹം? നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓഫീസറായി മാറി അല്ലേ? പേരെഴുതാൻ പഠിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യമായോ? ഇല്ല, ആ ഒരു സിറ്റി ലൈഫിലെ ജീവിതം കൊണ്ട് അദ്ദേഹം എന്തുവരെ ആയി മാറി എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അദ്ദേഹം ആരായി മാറി? ഒരു സക്സസ്ഫുൾ ഓഫീസറായി. അദ്ദേഹം ഒരു ഗവൺമെൻറ് ഓഫീസറാണ് എന്നുള്ള കാര്യം പറയുന്നില്ലേ? അപ്പം അതാണ് നമ്മളിവിടെ എഴുതേണ്ടുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് രണ്ടാമത്തെ ചോദ്യം എന്താണ്? വാട്ട് വാസ് പോളിയാസ് റെസ്പോൺസ് വെൻ ഹർ ഹസ്ബൻഡ് ആസ്ക്ഡ് ഹർ ടു ലേൺ ടു റീഡ് ആൻഡ് റൈറ്റ്? എന്താണ് പോളിയയുടെ റെസ്പോൺസ്? റെസ്പോൺസ് എന്ന് വെച്ചാൽ എന്താ? പ്രതികരണം. എപ്പോഴത്തെ പ്രതികരണം ചോദിക്കുന്നത്? വെൻ ഹർ ഹസ്ബൻഡ് ആസ്ക്ഡ് ഹർ, ഹസ്ബൻഡ് അവളോട് എന്ത് ചോദിക്കുന്നുണ്ട്? ടു ലേൺ ടു റീഡ് ആൻഡ് റൈറ്റ്, എഴുതാനും വായിക്കാനും പഠിക്കണം എന്ന് ഹസ്ബൻഡ് പറയുന്നില്ലേ? ആ ഒരു സമയത്ത് നമ്മുടെ പോളിയ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ഷീ വാസ് നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് ടു ലേൺ. എന്താ, പോളിയയ്ക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണോ? അല്ല, പോളി പഠിക്കാൻ അത്ര ഇഷ്ടമുള്ള ഒരാളല്ല. ഷീ ടോൾഡ് ഹിം ദാറ്റ് ദെയർ വാസ് നോ യൂസ് ഇൻ ഹർ ട്രൈയിങ് ടു ലേൺ ഇറ്റ് ദെൻ. എഴുതാനും വായിക്കാനും ഒക്കെ അപ്പോഴും ആര് പഠിക്കണം? പോളിയ. കുറച്ച് ഏജ് ആയില്ലേ? അപ്പോൾ ഈ ഒരു സമയത്ത് ഇനിയിപ്പം ഞാൻ എഴുതാനും വായിക്കാനും ഒന്നും പഠിച്ചിട്ടും ഒരു കാര്യവുമില്ല എന്നാണ് പോളിയയുടെ അഭിപ്രായം. ഷീ വാസ് ഗെറ്റിംഗ് ഓൾഡ്, അവർ കുറച്ച് പ്രായമായി. ആൻഡ് ഹർ ഫിംഗേഴ്സ് ആർ ഗെറ്റിംഗ് സ്റ്റിഫ്, അവരുടെ എന്താണ് കയ്യിൽ ഫിംഗേഴ്സ് എന്താണ് വളരെ വഴക്കം, ഒന്നും ഇനി വരില്ല, എഴുതാനൊക്കെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നു. ഷീ സജസ്റ്റഡ് ഹിം ടു ലെറ്റ് ദ യങ് വൺസ് ലേൺ. എന്നിട്ട് എന്തുകൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്? നമ്മളുടെ കുട്ടികളെടുത്ത് ഏറ്റവും ചെറിയ കുട്ടികളോട് പഠിക്കാനായിട്ട് പറയുക. എന്നെ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. എനിക്ക് ഏജൊക്കെ ആയി, കൈയൊന്നും വഴങ്ങില്ല, അതുകൊണ്ട് കുട്ടികൾ പഠിക്കട്ടെ എന്നാണ് ആര് പറയുന്നത്? പോളിയ അവരുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുന്നത്. അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ്. എന്താണ് ചോദ്യം? ഡു യു തിങ്ക് ദ ബുക്ക് വിൽ ബി ഓഫ് എനി ഹെൽപ്പ്? എക്സ്പ്ലെയിൻ. എന്താണ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മളുടെ ഐവാൻ വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു ബുക്ക് കൊണ്ടുവന്ന് പോളിയുടെ കയ്യിൽ കൊടുക്കുന്നില്ലേ? എന്താണ്? റഷ്യൻ പഠിക്കാൻ പറ്റുന്ന ഒരു ബുക്ക്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് എക്സ്പ്ലെയിൻ ചെയ്യുക, വിവരിക്കുക. എന്ത് പറയാം നമുക്ക്? യെസ് അല്ലേ? യെസ് എന്ന് തന്നെ പറയുക. ദ ബുക്ക് വിൽ ബി വെരി ഹെൽപ്ഫുൾ. ബുക്ക് ഉറപ്പായിട്ട് ഹെൽപ്ഫുൾ ഉള്ളതാണ്. ഇറ്റ് ഈസ് ദ ലേറ്റസ്റ്റ് ടീച്ച് യുവർ സെൽഫ് റഷ്യൻ. എന്താണ് ആ ബുക്ക്? ടീച്ച് യുവർ സെൽഫ് റഷ്യൻ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് റഷ്യൻ പഠിക്കാം എന്നുള്ള ബുക്കാണ്. വിച്ച് ഈസ് ബേസ്ഡ് ഓൺ അപ് ടു ഡേറ്റ് മെത്തേഡ്സ്. എന്താണ്? ഇപ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ള പുതിയ കാര്യങ്ങളാണ് അതിനകത്ത് അവർ ആഡ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് റഷ്യൻ ലാംഗ്വേജ്. റഷ്യൻ ലാംഗ്വേജിനെ പറ്റിയിട്ടുള്ള എല്ലാം അതിൽ ഉണ്ട്. പോളിയ ക്യാൻ ലേൺ ദ ലാംഗ്വേജ് ബൈ ദ ഹെൽപ്പ് ഓഫ് ദി ബുക്ക്. പോളിയയ്ക്ക്
ഈ ഒരു ലാംഗ്വേജ് എങ്ങനെ പഠിക്കാൻ പറ്റും? ഈ ഒരു ബുക്കിൻ്റെ സഹായത്തോടു കൂടി പോളിയയ്ക്ക് ഈ ഒരു ലാംഗ്വേജ് പഠിക്കാൻ പറ്റും എന്ന് ആർക്ക് തോന്നുന്നുണ്ട്? നമുക്ക് തോന്നുന്നുണ്ടല്ലേ? എന്താണ്, ഒരു പുസ്തകം എല്ലാം കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളൊരു പുസ്തകം ആകുമ്പോൾ അതിനകത്തൂടെ എല്ലാ മെത്തേഡ്സും ഒക്കെ പഠിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ തന്നിട്ടില്ലേ? അപ്പം അതുകൊണ്ട് ഒരാൾക്കത് പഠിക്കാൻ പറ്റും അല്ലേ? ആ ഒരു കാര്യം നമ്മൾക്ക് ഉറപ്പാണ് എന്നുള്ളത് നമുക്കിവിടെ ആഡ് ചെയ്യാം. അല്ല, നിങ്ങൾക്കത് അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ അതും എഴുതാം, നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? 4ാമത്തെ ചോദ്യമാണ്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് പോളിയാസ് ആറ്റിറ്റ്യൂഡ്? ഡു യു എഗ്രി വിത്ത് ഹെർ? വൈ? എന്താണ് വാട്ട് ഡു യു തിങ്ക് അബൌട്ട് പോളിയാസ് ആറ്റിറ്റ്യൂഡ്? പോളിയുടെ ഈ ഒരു മനോഭാവം എന്താ? ഞാനിനി പഠിക്കുന്നതൊന്നുമില്ല, എനിക്ക് വയ്യ, പഠിക്കാനൊക്കെ മടിയാണ്, എഴുതാനും വായിക്കാനൊന്നും അറിയണ്ട എന്നൊക്കെ ഉള്ളൊരു ആറ്റിറ്റ്യൂഡില്ലേ, അതിനോട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്താ നിങ്ങൾ ചിന്തിക്കുന്നത്? ഡു യു എഗ്രി വിത്ത് ഹെർ? അവളുമായിട്ട് നിങ്ങൾക്കത് ശരിയാ, അങ്ങനെ മതി ചേച്ചി, അങ്ങനെ മതി എന്ന് നമ്മൾ പറയുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അവർ പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ്, എനിക്ക് ഏജായി ഇനി പഠിക്കാൻ വയ്യ എന്ന് പറഞ്ഞ ആറ്റിറ്റ്യൂഡിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? അപ്പം ഞാനൊരിക്കലും യോജിക്കില്ല, അതുകൊണ്ട് ഞാനിവിടെ എന്താ പറയുന്നത്, എഗ്രി ചെയ്യില്ല എന്നാണ് പറയണത് കേട്ടോ. ആൻസർ ഇതാണ്. പോളിയ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ്. പോളിയയ്ക്ക് പഠിക്കാനൊന്നും താല്പര്യമില്ല. ഐ വിൽ നോട്ട് എഗ്രി വിത്ത് ഹെർ ആറ്റിറ്റ്യൂഡ്, ബട്ട് ഐ വിൽ നോട്ട് എഗ്രി വിത്ത് ഹെർ ആറ്റിറ്റ്യൂഡ്. ഞാൻ അവരുടെ ആറ്റിറ്റ്യൂഡുമായിട്ട് ഞാനതുമായിട്ട് യോജിക്കുന്നുണ്ടോ? ഇല്ല. ഐ തിങ്ക് എഡ്യൂക്കേഷൻ ഇസ് ദ ബേസിക് നീഡ് ഓഫ് എവ്രി പേഴ്സൺ. പണ്ടൊക്കെ നമ്മൾ പറയും എന്താ ബേസിക് നീഡ്സ് എന്താണ്? ആഹാരവും അതുപോലെ വസ്ത്രവും കിടപ്പിടവും വെള്ളവും ഒക്കെ ആയിരുന്നു ബേസിക് നീഡ്സ് നമ്മൾ പണ്ട് പറയും. ഇപ്പോഴും അതൊക്കെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്കിപ്പം പറയേണ്ടുന്ന ഒന്നാണ് എഡ്യൂക്കേഷൻ. കാര്യം എന്താ? നമ്മുടെ ലോകം അത്രത്തോളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനൊരു സാഹചര്യമുള്ള ഈ ഒരു ലോകത്ത് നമ്മൾക്ക് എഡ്യൂക്കേഷൻ ഇല്ലാതൊരു നിലനിൽപ്പില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, എഡ്യൂക്കേഷനാണ് നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. അറ്റ്ലീസ്റ്റ് വി ഷുഡ് നോ ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ്. ഭയങ്കരമായ രീതിയിൽ പഠിക്കാൻ ഒത്തില്ലെങ്കിൽ കൂടിയും എന്തെങ്കിലും ഒന്നറിയണം. എന്തറിയണം? എന്താണ് എഴുതേണ്ടുന്നത്, എന്താണ് എഴുതിയത് വായിക്കേണ്ടുന്നത് അല്ലേ? ഒരു പത്രം എടുത്ത് വായിക്കാൻ നമുക്കറിയണം, ഒരു എന്തെങ്കിലും ഒന്ന് നമ്മളുടെ കയ്യിൽ കിട്ടിയാൽ വായിക്കാൻ അറിയണം. അത്രയുമെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ? അടുത്ത ചോദ്യം എന്താണ്? 5ാമത്തെ ചോദ്യമാണ്. വാട്ട് മെയ്ഡ് പോളിയ കൺക്ലൂഡ് ദാറ്റ് ഹെർ ഹസ്ബൻഡ് വാസ് ഇൻ ലവ് വിത്ത് അനദർ വുമൺ? ഹൗ ഡിഡ് പോളിയ റിയാക്ട്? എന്താണ് വാട്ട് മെയ്ഡ് പോളിയ? എന്തുകൊണ്ടാണ് പോളിയ അങ്ങനെ ചിന്തിച്ചത്? എങ്ങനെ? കൺക്ലൂഡ് ദാറ്റ് ഹർ ഹസ്ബൻഡ് വാസ് ഇൻ ലവ് വിത്ത് അനദർ വുമൺ. പോളിയയുടെ ഹസ്ബൻഡ് ആരോ ആയിട്ട് പ്രണയത്തിലാണ്, വേറെ ഏതോ സ്ത്രീയുമായി സ്നേഹബന്ധത്തിലാണ് എന്ന് പോളിയ അങ്ങ് അവസാനം കൺക്ലൂഡ് ചെയ്യത്തില്ലേ? അങ്ങനെ ഒരു തീരുമാനത്തിൽ അങ്ങ് എത്തത്തില്ലേ? എങ്ങനെയാണ് അത് എത്തിയത്? ഹൗ ഡിഡ് പോളിയ റിയാക്ട്? ഇതിനെങ്ങനെ പോളിയ റിയാക്ട് ചെയ്തു? വലിയൊരു പാരഗ്രാഫ് അതിൻ്റെ ടെക്സ്റ്റിലുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ എഴുതാം. അതല്ല കുറച്ചും കൂടി ചെറുതാക്കി, ഞാൻ ഈ തന്നിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വേണമെങ്കിലും ചെറുതാക്കി എഴുതാം കേട്ടോ. അപ്പോൾ ആൻസർ എന്ന് വെച്ചാൽ ദ ലെറ്റർ ഷീ ഫൗണ്ട് ഫ്രം ഐവൻസ് പോക്കറ്റ് വാസ് എ നൈസ് ക്ലീൻ വൺ വിത്ത് എ നീറ്റ് ഹാൻഡ് റൈറ്റിംഗ് അല്ലേ? ഐവാൻ്റെ പോക്കറ്റിൽ നിന്ന് കണ്ടെടുത്ത ആ ലെറ്റർ നൈസായിരുന്നു, ക്ലീൻ ആയിരുന്നു, നല്ല നീറ്റ് ഹാൻഡ് റൈറ്റിംഗ് ഉള്ളതായിരുന്നു. ദ പേപ്പർ സ്മെൽഡ് ഓഫ് പെർഫ്യൂം. ആ പേപ്പറിന് എന്തിൻ്റെ സ്മെല്ലുണ്ട്? പെർഫ്യൂമിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു. മോർ ദാൻ ദാറ്റ് ഐവാൻ സീം ടു ഹാവ് ചേഞ്ച്ഡ് ലേറ്റ്ലി. ഇതിനൊക്കെ അപ്പുറം ഈ അടുത്ത കാലത്ത് ഐവാന് ഭയങ്കര ചേഞ്ചുകളാണ് ഉള്ളത്. ഹി സീംഡ് ടു ബി ടേക്കിംഗ് മോർ കെയർ ഓഫ് ഹിസ് മൊസ്റ്റാഷ് ആൻഡ് ഹിസ് ക്ലോത്ത്സ്. ഈ അടുത്ത കാലത്ത് മീശയിലും അതുപോലെ തന്നെ വസ്ത്രത്തിലുമൊക്കെ അദ്ദേഹം ഭയങ്കരമായിട്ട് ശ്രദ്ധ ചെലുത്തിയിരുന്നു. This change in attitude made her conclude that her husband was in love with another woman. ആ ഒരു ചേഞ്ച്, അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിലുള്ള ഈ ഒരു ചേഞ്ചാണ് അവർക്ക് അങ്ങനെ തോന്നാൻ, ഹസ്ബൻഡിന് വേറൊരാളുമായി സ്നേഹബന്ധമുണ്ട് എന്ന് തോന്നാനുണ്ടായ കാരണം. ഇനി എന്തായിരുന്നു? ഹൗ ഡിഡ് പോളിയ റിയാക്ട്? എങ്ങനെ റിയാക്ട് ചെയ്തു? ബഹളം വയ്ക്കുവാണോ ചെയ്തത്? എങ്ങനെ റിയാക്ട് ചെയ്തത്? ഷീ കെപ്റ്റ് ക്രൈയിങ് ആൻഡ് സ്നിഫിങ്. ഷീ തോട്ട് ദാറ്റ് ഹി വാസ് മേക്കിംഗ് ഫൺ ഓഫ് ഹിസ് പുവർ ഇല്ലിറ്ററേറ്റ് വൈഫ്. എന്താ അവർ ചെയ്തത്? അവർ കരഞ്ഞു. അതുപോലെ തന്നെ എന്ത് ചിന്തിക്കാൻ തുടങ്ങി? അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിദ്യാഭ്യാസമില്ലാതെ അല്ലെങ്കിൽ വായിക്കാനും എഴുതാനും അറിഞ്ഞാത്ത ഈ ഒരു ഭാര്യയെ കളിയാക്കുകയാണോ അല്ലെങ്കിൽ എന്നെ വിഡ്ഢിയാക്കുകയാണോ എന്ന് അവർ ചിന്തിച്ചു. അടുത്തത് 6ാമത്തെ ചോദ്യം എന്താണ്?
വൈ ഡിഡ് ഷീ ഡിസൈഡ് ടു ലേൺ ടു റീഡ് ആൻഡ് റൈറ്റ്? അവസാനം നമ്മുടെ പോലി എന്ത് ചിന്തിക്കുന്നുണ്ട്? എനിക്ക് എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കണം എന്ന് ചിന്തിക്കുന്നില്ലേ? എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ചിന്തിച്ചേ? അതിനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? നമ്മളെ കാര്യം ഓർത്തു നോക്കിയേ. ഷീ വോണ്ടഡ് ടു റീഡ് ദ ലെറ്റർ, അല്ലേ? ആ ലെറ്റർ വായിക്കണം. ടു ഷോ ഇറ്റ് ടു സംവൺ എൽസ് വുഡ് ബി അൺതിങ്കബിൾ. വേറൊരാളെ കൊണ്ടുപോയി അത് കാണിച്ച് ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിക്കുന്നത് ചിന്തിക്കാൻ പറ്റുമോ? അവരുടെ കുടുംബകാര്യമല്ലേ? വേറൊരാളെ കാണിച്ചു കഴിഞ്ഞാൽ വല്ല ലവ് ലെറ്ററും ആണെങ്കിൽ മോശമല്ലേ? അപ്പോൾ അങ്ങനെ ഒരാളെ കാണിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? സോ ഷീ ഡിസൈഡഡ് ടു ലേൺ ടു റീഡ് ആൻഡ് റൈറ്റ്. അതുകൊണ്ട് അവരെന്ത് തീരുമാനിച്ചു? അവർ തനിയെ വായിക്കാനും എഴുതാനും ഒക്കെ അറിയാമെങ്കിൽ ആ ലെറ്റർ വായിച്ച് അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് പോലിയയ്ക്ക് തനിയെ മനസ്സിലാക്കിക്കൂടെ? അതിന് വേറൊരാളുടെ സഹായം ആവശ്യമുണ്ടോ? ഇല്ല. വേറൊരാളടുത്ത് പോയി ഇത് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നാണക്കേടുള്ള കാര്യങ്ങൾ വല്ലതും ആണെങ്കിൽ അത് ഫേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് പോലിയ എന്ത് ചിന്തിക്കുന്നത്? എഴുതാനും വായിക്കാനും പഠിക്കണം എന്നുള്ള കാര്യം പോലിയ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എത്രാമത്തെ ക്വസ്റ്റ്യൻ? 7th ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? വൈ ഡിഡ്ന്റ് പോലിയ ടെൽ ഹർ ഹസ്ബൻഡ് എനിത്തിങ് അബൌട്ട് ദി ലെറ്റർ? അല്ലേ, അതൊരു നല്ല ചോദ്യമാണ്. എന്താ, പോലിയ ഹസ്ബൻഡിനോട് എന്ത് ചോദിച്ചിട്ടില്ല? ഈ ലെറ്ററിനെ പറ്റി ഒന്നും ചോദിച്ചില്ല. നമ്മുടെയൊക്കെ നാട്ടിൽ ആരാണെങ്കിലും പിടിച്ചു നിർത്തി ചോദിക്കുക അല്ലേ? പോലിയ പക്ഷേ ഒന്നും ചോദിച്ചില്ല. എന്തായിരിക്കും അതിൻ്റെ കാര്യം? എന്ത് പറയാം നമുക്ക്? ഷീ വാസ് നോട്ട് ബോൾഡ് ഇനഫ് ടു ആസ്ക് ഹിം അബൌട്ട് ദ ലെറ്റർ, അല്ലേ? അവർക്ക് എന്താണ്, ഒന്നും അറിയില്ല. വീടിനകത്ത് തന്നെ ഇരിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ഹസ്ബൻഡിനോട് ഇത്രയ്ക്കും കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള ധൈര്യം ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. പിന്നെ എന്തും ചിന്തിക്കാം, ദാറ്റ് മൈറ്റ് ലീഡ് ടു എ ക്വാറൽ, അല്ലേ? ഒരു വഴക്കുണ്ടാവാൻ ചിലപ്പോൾ അത് മതി. ഇപ്പം ഞാൻ ചോദിച്ചാൽ എൻ്റെ ഹസ്ബൻഡ് വഴക്ക് വല്ലതും ഉണ്ടാക്കുമോ എന്നുള്ള പേടി കൊണ്ടായിരിക്കാം ചോദിക്കാൻ. ഒരു പക്ഷേ വേറെ എന്ത് കാര്യം പറയാം? ഷീ ഡിസൈഡഡ് ടു ഫൈൻഡ് ദ ട്രൂത്ത് ബൈ ഹെർസെൽഫ്, അല്ലേ? ഹസ്ബൻഡിനോട് ചോദിക്കേണ്ട, ഞാൻ തനിയെ ഇത് എന്താണ് എന്ന് മനസ്സിലാക്കാം എന്നായിരിക്കും ചിലപ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലേ? അടുത്ത എത്രാമത്തെയാണ്? 8th ക്വസ്റ്റ്യൻ. വാട്ട് മെയ്ഡ് നിഖലോവിച്ച് ഓവർജോയ്ഡ്? നിഖലോവിച്ച് ഭയങ്കരമായിട്ട് സന്തോഷിക്കില്ലേ? എന്തായിരുന്നു അതിന് കാരണം? അവർ എന്ത് കേട്ടപ്പോഴായിരുന്നു? വെൻ ഹി ഹേർഡ് ദാറ്റ് ഹിസ് വൈഫ് വാണ്ടഡ് ടു ലേൺ, ഹി ഓവർജോയ്ഡ്. എൻ്റെ വൈഫിന് പഠിക്കണം എന്നൊരാഗ്രഹം പറഞ്ഞപ്പോൾ ആർക്ക് സന്തോഷമായി? നമ്മുടെ നിഖലോവിച്ചിന് ഭയങ്കരമായ സന്തോഷമായി, അല്ലേ? അതിന് നമുക്കൊരു കാരണം പറയാം. എന്താണ്? അദ്ദേഹം ഒരുപാട് നിർബന്ധിച്ചതല്ലേ അദ്ദേഹത്തിൻ്റെ വൈഫിനെ. എന്തിനാണ്? എഴുത്തും വായനയും പഠിക്കാൻ വേണ്ടി ഒരുപാട് പറഞ്ഞിരുന്നു. തുടക്കത്തിൽ തന്നെ പറയുന്നില്ലേ, അദ്ദേഹത്തിന് വളരെ ആഗ്രഹമായിരുന്നു വൈഫിനെ എഴുത്തും വായനയും പഠിപ്പിക്കാൻ. അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ലാസ്റ്റ് സിലബിളെങ്കിലും പഠിക്കൂ എന്നൊക്കെ പറയുന്നില്ലേ? അപ്പം അത്രയും അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, ഒരുപാട് നിർബന്ധിച്ചിട്ടും പോലും വൈഫ് ചെയ്യാതിരുന്ന ഒരു കാര്യം. അന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താ? അദ്ദേഹം ഓഫീസിൽ നിന്ന് വന്ന ഉടനെ അവർ അങ്ങോട്ട് പറയുക ഉണ്ടായതല്ലേ? എന്താണ്? എനിക്ക് എഴുത്തും വായനയും പഠിക്കാൻ ഞാൻ ഇൻട്രസ്റ്റഡ് ആണ് എന്ന് പറയുന്നില്ലേ? അപ്പം അങ്ങനെ അവരുടെ വായിൽ നിന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമുണ്ടായി, അല്ലേ? അടുത്ത ചോദ്യം എന്താണ്? 9th ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ഹൗ പോലിയ ലേൺ ടു റീഡ്. പോലിയ വായിക്കാൻ പഠിക്കുന്നില്ലേ? വായിക്കാൻ പഠിച്ചത് എങ്ങനെയായിരുന്നു? ഏത് രീതിയിലായിരുന്നു പഠിച്ച് എടുത്തത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ടെക്സ്റ്റിൻ്റെ ലാസ്റ്റ് നമ്മുടെ പാഠം തീരുന്ന സ്ഥലത്തൊക്കെ തന്നിട്ടുണ്ട്. എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിക്കുക, എന്നിട്ട് ആൻസർ ചെയ്യുക. അപ്പോൾ ആൻസർ ശ്രദ്ധിക്കുക. ഫോർ 2 silent months പോലിയ സ്റ്റഡീഡ് എവറി ഡേ. 2 മാസം എല്ലാ ദിവസവും പോലിയ പഠിച്ചു. ഷീ പേഷ്യൻ്റ്ലി പുട്ട് ടുഗെദർ ദ വേർഡ്സ്, ലേൺ ടു ഫോം ദ ലെറ്റേഴ്സ് ആൻഡ് മെമ്മറൈസ്ഡ് സെൻറ്റൻസസ്. It was the 3rd month before പോലിയ learned how to read. എന്താണ്? ആദ്യത്തെ 2 മാസം എങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ഒരു വേർഡ്സ്, അതുപോലെ തന്നെ അതിൽ ലെറ്റേഴ്സ്, അതുപോലെ സെൻറ്റൻസസ് മെമ്മറൈസ് ചെയ്യുന്ന കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് എത്രയായപ്പോഴാണ് നമ്മുടെ പോലിയ വായിക്കാനായിട്ട് പഠിച്ചതെന്ന് പറയുന്നത്? എത്ര മാസം എടുക്കും എന്നായിരുന്നു ആ ബുക്കിൽ, ലെറ്ററിലും ഉണ്ടായിരുന്നത്. ലെറ്ററിൻ്റെ ലാസ്റ്റ് അത് പറയുന്നുണ്ടല്ലോ, അല്ലേ? അപ്പോൾ ആ ഒരു 3 മാസം കൊണ്ട് എന്ത് പഠിച്ചു പോലിയ? നമ്മളുടെ എങ്ങനെയാണ് പോലിയ വായിക്കേണ്ടത് എന്ന് പഠിച്ചു. അടുത്തത് 10ാമത്തെ ചോദ്യമാണ്. എന്താണ് ചോദ്യം? വാട്ട് ഡിഡ് പോലിയ ഡു ആഫ്റ്റർ റീഡിങ് ദ ലെറ്റർ? വൈ?
എന്താണ്, എന്തായിരുന്നു പോളിയ ചെയ്തത്? എപ്പോഴാ? ലെറ്റർ വായിച്ചതിന് ശേഷം പോളിയ എന്താണ് ചെയ്തത്, എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യമാണ്. എന്തായിരുന്നു ലെറ്റർ വായിച്ചതിന് ശേഷം പോളിയ ചെയ്തത്? പോളിയക്ക് സങ്കടം വരികയല്ലേ ചെയ്തത്, കരയല്ലേ ചെയ്തത്? അപ്പം എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ എന്താണ്? പോളിയ റെഡ് ദിസ് ലെറ്റർ ത്രൂ ട്വൈസ്. പോളിയ ലെറ്റർ എത്ര പ്രാവശ്യം വായിച്ചു? ട്വൈസ്, 2 പ്രാവശ്യം വായിച്ചു. ദെൻ പ്രസ്സിങ് ഹെർ ലിപ്സ് ടുഗെദർ സാഡ്ലി. എന്താണ്? ചുണ്ടുകൾ തമ്മിൽ സങ്കടം കൊണ്ട് കൂട്ടിപ്പിടിച്ചു. അതിനുശേഷം ആൻഡ് ഫീലിംഗ് സംഹൗ സീക്രട്ട്ലി ഇൻസൾട്ടഡ്. എത്രത്തോളം സീക്രട്ട്, രഹസ്യമായ രീതിയിലാണ് കളിയാക്കപ്പെട്ടത്. ഷീ ബേഴ്സ് ഇൻ ടു ടിയേഴ്സ്. അതൊക്കെ ഓർത്തിട്ട് അവർ കരയുന്നു. എന്തായിരിക്കും അങ്ങനെ കരയാനുണ്ടായ സാഹചര്യം? എന്താണ് അവർ ഇൻസൾട്ടഡ് ആയ കാര്യം? ആ ലെറ്റർ ആരാ എഴുതിയത്? ലെറ്റർ ഒരു ലേഡിയാണ് എഴുതിയത് അല്ലേ? അപ്പം ലേഡി ഹസ്ബൻഡിനോട് എന്താ പറയുന്നത്? അറ്റ്ലീസ്റ്റ് താങ്കളുടെ പേരെങ്കിലും എഴുതാൻ അവരെ പഠിപ്പിക്കുക എന്നുള്ള കാര്യവും അവർക്ക് ഈ ബുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അയച്ചു തരുന്നതല്ലേ. അപ്പോൾ അത്രയും വിഷമം ഹസ്ബൻഡും അവരും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. ഹസ്ബൻഡ് എത്രത്തോളം ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ആ ലേഡി പഠിക്കണം, എഴുതാനും വായിക്കാനും എന്നുള്ളത്. അപ്പം അതിനു വേണ്ടി ഫ്രണ്ട് അയച്ചു കൊടുത്ത ലെറ്ററാണല്ലേ കയ്യിലിരുന്നത്. അപ്പം അത് വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് തോന്നും? നാണക്കേട് തോന്നും അല്ലേ. അങ്ങനെയാണ് അവസാനം അവരെന്ത് ചെയ്തത്? കരയാനായിട്ട് പോയത്. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ്? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദ എൻഡിങ് ഓഫ് ദ സ്റ്റോറി? ഡിസ്കസ്. നിങ്ങൾക്ക് ഈ ഒരു കഥയുടെ അവസാനത്തെ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നുള്ള കാര്യമാണ് ഇവിടെ ചോദിക്കുന്നത്. ശരിക്കും നമുക്ക് ഈ കഥയുടെ ഒരു തീം വേണമെങ്കിലും നമുക്കിവിടെ എന്ത് ചെയ്യാം? എഴുതാം അല്ലേ. എങ്ങനെ എഴുതാം നമുക്ക്? ദ ലെറ്റർ റിവീൽസ് ദ ട്രൂത്ത് അല്ലേ. ഈ ഒരു ലെറ്റർ എന്ത് റിവീൽ ചെയ്യുന്നു? സത്യം പുറത്തു കൊണ്ടുവരുന്നു. ഇറ്റ് ഈസ് എ ലെറ്റർ ടു എവറി വുമൺ ഹു ഈസ് കണ്ടിന്യൂയിങ് ഹർ ലൈഫ് ആസ് ഇല്ലിറ്ററേറ്റ്. ശരിക്കും പറഞ്ഞാൽ ഈ ലെറ്റർ ആർക്കും കൂടി വേണ്ടിയുള്ളതാണ്? നമ്മളുടെ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള കുറേ സ്ത്രീകൾ ഇപ്പോഴും ഉണ്ട് ഇല്ലേ. അവരുടെ ലൈഫ് അവരിങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പം അങ്ങനെയുള്ളവർക്കും കൂടി വേണ്ടിയുള്ളതാണ് ഈ ലെറ്റർ. ഇറ്റ് ഷോസ് ദ വാല്യൂ ഓഫ് ലിറ്ററസി. എന്താണ് നമ്മുടെ എഴുത്തും വായന അറിയണം, അല്ലെങ്കിൽ സാക്ഷരത എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്താണ് എന്ന് ഈ ഒരു ലെറ്റർ കൊണ്ട് കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പം നമുക്കിത് വേണമെങ്കിൽ സമൂഹത്തിന് ഒരു പാഠമാണ് എന്നുള്ള രീതിയിൽ വേണമെങ്കിലും ഈ ഒരു ലെറ്ററിനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അല്ലേ. എന്താ അവിടെ ലാസ്റ്റ് പറയുന്നത്? അവർ ഇൻസൾട്ടഡ് ആയി എന്ന് പറയുന്നില്ലേ. അപ്പോൾ ആ ഒരു കാര്യം, എങ്ങനത്തെ ഇൻസൾട്ടാണ് ഉണ്ടായത്? മനസ്സിൽ അവർക്ക് കുറ്റബോധവും തോന്നിയിട്ടുണ്ടല്ലേ. ഇത്രയും കാലം പഠിച്ചില്ല. അപ്പോൾ ഹസ്ബൻഡ് എത്രത്തോളം ഇത് ആഗ്രഹിച്ചിരുന്നു എന്നുള്ള കാര്യവും ഇവിടെ ഉണ്ട്. അപ്പോൾ സാധാരണ ഹസ്ബൻഡുമാർ ഒരുപാട് പേരും അങ്ങനെ ഹെൽപ്പ് ചെയ്യാറില്ല. പക്ഷേ ഇദ്ദേഹം എത്രത്തോളം അത് ആഗ്രഹിച്ചിരുന്നു എന്നുള്ള കാര്യവും നമുക്കിവിടെ പറയാം അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചോദ്യോത്തരങ്ങളായിട്ട് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. ഇത്രയുമാണ് പോളിയ എന്നുള്ള ചാപ്റ്ററിൻ്റെ ചോദ്യോത്തരങ്ങൾ. ഓക്കെ, ആക്ടിവിറ്റീസിനായിട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് നിങ്ങളുടെ അടുത്ത ചാപ്റ്റർ ആയിരിക്കും. ആക്ടിവിറ്റീസ് ഞാൻ നാട്ടിലെത്തിയിട്ടേ ചെയ്യുള്ളൂ. അടുത്ത ചാപ്റ്റർ ഞാൻ എടുക്കുന്നതായിരിക്കും. മറ്റ് ക്ലാസ്സുകാർക്കും കൂടി കുറച്ച് എടുത്തു തീർക്കാനുള്ള പോർഷൻസ് ഉണ്ട്, അതും കൂടി ഒന്ന് കഴിയട്ടെ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ പ്ലേലിസ്റ്റിലൊന്ന് കയറി നോക്കുക, ഓരോ ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ടോ എന്നുള്ളത്. നിങ്ങൾ എന്നെ ഫോൺ വിളിച്ച് ചോദിക്കുന്നത് എനിക്ക് മറുപടി തരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. കാര്യം സ്പീക്കർ മൈക്കും കംപ്ലൈൻ്റ് ആണ് ആ ഫോണിൻ്റെ, ഞാൻ പറഞ്ഞിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. സമയം കിട്ടുന്നതനുസരിച്ച് എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മുടെ ചാനൽ ആർക്കെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്ത് കമൻസ് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നന്നായിട്ട് ഇത് പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്.